ഭരണഘടനയുടെ 361 അനുച്ഛേദം നമ്മുടെ സംസ്ഥാന സർക്കാരിനും നിയമോപദേഷ്ടാക്കൾക്കും അറിയാത്തതല്ല. അതിനെ വിവക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിവിധ വിധികളിൽ രാഷ്ട്രപതിയോ രാഷ്ട്രപതിയുടെ ഓഫീസോ കോടതികളിൽ ഉത്തരം പറയാനുള്ള ബാധ്യതയില്ല എന്ന നിലപാട് വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന് നമ്മുടെ തമിഴ്നാട് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയുടെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് റിറ്റ് കൊടുത്തു. അവർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകരായിരുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, പ്രസിഡന്റ് അവരെ നിയമിച്ച് കഴിഞ്ഞാൽ ആ നിയമനം പരിശോധിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഏതാണ്ട് അതുപോലെ തന്നെ എവിടെയും പ്രസിഡന്റിൻ്റെ വിവേചനാധികാരം കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥ ഒരു പുതുതല്ല. ഉദാഹരണത്തിന് ഭരണഘടനയുടെ 122 അനുച്ഛേദമനുസരിച്ച് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഇഷ്ടം പോലെ പാർലമെൻറ്റിനകത്ത് സംസാരിക്കാം, കോടതി അലക്ഷ്യം വരെ സംസാരിക്കാം, ജഡ്ജിമാരെ നിശിതമായി വിമർശിക്കാം, രാഷ്ട്രീയ പ്രതിയോഗികളെ തൊലി ഉരിച്ച് കാണിക്കാം. അവർക്ക് പരിപൂർണമായ സംരക്ഷണമുണ്ട്. എന്തുകൊണ്ടാണ് ഈ സംരക്ഷണം കൊടുക്കുന്നത്? ഇത് ജനാധിപത്യ പ്രവർത്തനത്തിൽ അനിവാര്യമായ സംരക്ഷണമാണ്. അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഓരോ ഉത്തരവും കോടതികളിൽ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കളിയാക്കുന്ന രീതിയിലുള്ള വ്യവഹാരങ്ങൾ കോടതികളിൽ വരും. പലപ്പോഴും പ്രസിഡൻറ്റിൻ്റെ വിവേചനാധികാരം പരിപൂർണമായും കോടതികളുടെ പരിശോധനത്തിന് അതീതമാണ് എന്ന തത്വം ആവർത്തിച്ച് പറയുന്നത് ജനാധിപത്യത്തിൽ പാലിക്കേണ്ട അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുത്താൽ ഇവിടെ അരാജകത്വം വരും, അത് നിയമവാഴ്ച തകരും. അത് ഒഴിവാക്കാനാണ് വളരെ ബുദ്ധിപൂർവ്വം ഭരണഘടനയിൽ ഉദാഹരണത്തിന് ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ഒരു ജഡ്ജിക്ക് ഒരിക്കലും രണ്ട് കക്ഷികളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വിധി പ്രസ്താവിക്കാൻ പറ്റില്ല. തോറ്റ കക്ഷിക്ക് സ്വാഭാവികമായും നിരാശയുണ്ടാകും. ഒരുപാട് ആശയങ്ങൾ ആ നിരാശയോടെ നടക്കും. ജഡ്ജി കൈക്കൂലി മേടിച്ചിട്ടാണ് അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയിട്ടാണ്. അങ്ങനെ ഓരോ വ്യവഹാരിയും കേസ് എതിരായി വിധിച്ച ജഡ്ജിക്കെതിരായി നിയമ നടപടികൾ എടുത്താൽ നമ്മുടെ രാജ്യത്തെ സ്ഥിതി എന്താകും? അത് ഒഴിവാക്കാനാണ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്റ്റും ഹൈക്കോടതി ജഡ്ജിമാർക്ക് സംരക്ഷണവും കൊടുത്തിരിക്കുന്നത്. അത് നാം പിന്തുടരുന്ന ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കലല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തലാണ്. ഏത് സ്വാതന്ത്ര്യത്തിനും അതിൻ്റെതായ നിയന്ത്രണങ്ങളും ചില അച്ചടക്കവും പാലിക്കേണ്ടതുണ്ട് എന്ന വലിയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭാഗം. ഉദാഹരണത്തിന് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ ശബ്ദമുയർത്താനാണ്. അതിൽ പരിമിതികൾ വെച്ചാൽ അവർക്ക് അലോസരമുണ്ടാകും, അവരുടെ ശബ്ദത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും, ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാർലമെൻറ്റിലും നിയമസഭയിലും പരിപൂർണമായ സംരക്ഷണം നമ്മുടെ ജനപ്രതിനിധികൾക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ കോടതികളെയോ, പക്ഷേ അതേസമയം തന്നെ ഒരു മര്യാദ നമ്മുടെ ഭരണഘടനയിലെ പല അനുച്ഛേദത്തിലും കാണുന്നുണ്ട്. കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസ് അസംബ്ലിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്യാവശ്യമായി പാലിക്കേണ്ട അച്ചടക്കത്തിൻ്റെ ഭാഗമായി വളരെ വളരെ വിചിന്തനം ചെയ്ത ശേഷം ഉണ്ടാക്കിയ അനുച്ഛേദങ്ങളാണ്. ഇതിനൊക്കെ തകിടം മറിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ കാശും ചിലവാക്കി വളരെ സങ്കുചിതവും വളരെ ബാലിശവുമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരും ചോദിക്കാനില്ല, ആരും എതിർക്കാനില്ല എന്ന ധിക്കാരം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കാശ് ചെലവാക്കുന്നത് അത്യന്തം ആക്ഷേപകരമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു നടപടിയാണ്. ഒരു രാഷ്ട്രീയമായ ബലഹീനതയാണ്, ബലമല്ല ആ പ്രവൃത്തികളിലൂടെ കാണുന്നത്. തങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നു, അത് പൊതുജനത്തിൻ്റെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇൻകം ടാക്സ് ആക്ട് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് വീരവാദം ഉയർത്തിയാൽ ചിരിക്കുകയല്ലാതെ എന്താ ചെയ്യാം?